അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ അവനിൽ നല്ല സ്വഭാവം വേണം, ആരോടും നല്ല സ്വഭാവം. ഏത് മതക്കാരനോടും, ഏത് ജാതിയാകട്ടെ, ഏതാളാകട്ടെ, നല്ല വൃത്തിയുള്ള സ്വഭാവം, സ്നേഹമസൃണമായ സ്വഭാവം. സ്നേഹമസൃണമായ സ്വഭാവങ്ങളിൽ ഏറ്റവും വലിയ സ്വഭാവം ഏതാണെന്നറിയോ നിങ്ങൾ? പക്ഷെ നമുക്കത് സ്വീകരിക്കാൻ കഴിയണം മനസ്സിരുത്തിയിട്ട്. എന്താണത്? വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം. അതാണ് ഏറ്റവും വലിയ സ്വഭാവം. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവം. പണ്ടെന്നോ പറഞ്ഞത് ഇപ്പോഴും തങ്ങി നിൽക്കുന്നില്ലേ? പണ്ടെന്നോ ചെയ്തതിന്റെ പേരിലുള്ള എപ്പോഴും ചെറിയൊരു കുശുമ്പ് ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഹജ്ജിന് പോകുമ്പോൾ ആൾ പൊരുത്തപ്പെടിച്ചിട്ടും കറ മാറാതെ നിൽക്കുന്നില്ലേ? പിന്നെ നമ്മളെന്തൊരു മുസ്ലിമാ? അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീൻ അൽ അഫ്വു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിന്റെ സ്വഭാവത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവമാണ്. പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനോഭാവം, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം. ഉമ്മമാരെ, നിങ്ങൾ നോക്ക്, ബീവി ആയിഷ റളിയല്ലാഹുവിനെ പറ്റി അന്നത്തെ മുനാഫിഖുകൾ ആരോപിച്ച ആരോപണം ഖുർആനിൽ അല്ലാഹു തആല വിശദമായി പറയുന്നുണ്ട്. ആയിഷ ബീവിന്റെ മഹത്വം ഖുർആനിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയത് 1-2 ആയത്തിലൂടെയല്ല, 18 ആയത്തിലൂടെയാണ്. അത്രയും മഹത്വമുള്ള ബീവിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇത്രയും മഹത്വമുള്ള ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ അന്നത്തെ കാലത്ത് മുനാഫിഖുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയി സ്വഹാബിമാരിൽപ്പെട്ട ചിലർ. അവര് സാധാരണ ആൾക്കാരല്ല, വലിയ മഹത്തുള്ളവരാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷെ ആ ഹസ്സാൻ റളിയല്ലാഹു അൻഹു എപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നാലും ഇരിക്കാനുള്ള കസേര വെച്ചിട്ട് ഇരിക്കാൻ പറയും ബഹുമാനത്തോടെ. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ ബീവിന്റെ മനസ്സിൽ യാതൊരു കുശുമ്പുമില്ല. ചോദിച്ചു പലരും, എന്തിനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നത്? നിങ്ങളെപ്പറ്റി അന്ന് മുനാഫിഖുകൾ പറഞ്ഞുണ്ടാക്കിയ അപവാദ പ്രചരണത്തിന് കുടുങ്ങിയ ആളല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ മഹദി പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളൊന്നും കാണാത്തൊരു നന്മ, ആർക്കും കിട്ടാത്തൊരു മഹിമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്താണത്? അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തതിന്റെ പേരിൽ ജിബ്രീലിന്റെ സഹായം കിട്ടിയ ആളാണ്. ഒരു സാധാരണ വ്യക്തിയല്ല. ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ. ഫഇന്ന അബീ വവാലിദതീ വഇർളീ ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിനോട്, എന്റെ ഉപ്പയും എന്റെ മാതാവും എന്റെ അഭിമാനവും തങ്ങളുടെ അഭിമാനം കാക്കാനുള്ളതാണ് നബിയെ. ഞാനിവിടെ ജീവിക്കുന്നത് വെറുതെയല്ല, എന്റെ ഉപ്പ ജീവിക്കുന്നത് വെറുതെയല്ല, എന്റെ ഉമ്മ ജീവിക്കുന്നത് വെറുതെയല്ല, എല്ലാം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനാണ്. ആ ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ച ഒരു മഹാനെ ഞാനെങ്ങനെ ബഹുമാനിക്കാതിരിക്കും? അതുകൊണ്ടാണ് ഞാൻ വലിയ ബഹുമാനം കൊടുക്കുന്നതെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോ, ഉമ്മമാരെ, ആയിഷ ബീവിയെ പറഞ്ഞവരെ പറ്റി ആയത്തിറങ്ങിയിട്ടും ആയിഷ ബീവിന്റെ മനസ്സിൽ യാതൊരു കുശുമ്പും കുറുമ്പുമില്ല. നല്ല വിട്ടുവീഴ്ചയുടെ, നല്ല ബഹുമാനത്തിന്റെ മനസ്സാണ്. ആ മനസ്ഥിതിയാണ് സഹോദരാ സ്വീകരിക്കേണ്ടത്. നിന്റെ 2 കൂട്ടുകാരെ നീ കാണുമ്പോ അവരോട് മുഖാമുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കേണ്ടതിനു പകരം, കൈ കൊടുക്കേണ്ടതിനു പകരം നിന്റെ മുഖം കറുപ്പിച്ച് നിന്റെ കൈയങ്ങോട്ട് മാറ്റിയിട്ട് പിശുക്ക് കാണിച്ചിട്ട് നീ നടന്നു പോകുമ്പോ കാണുന്നവര് നിന്നെ പറ്റി ചോദിക്കും, എന്തേ അയാൾക്ക് അയാളോട് വല്ലതുണ്ടോ? അത് ഇന്നൊന്നര ഉള്ളതല്ല, കുറെ കാലം മുമ്പുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു മറുപടിയാണ് വരുന്നതെങ്കിൽ മനസ്സ് എത്രമാത്രം ദൂഷ്യമാണ്. വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാനുള്ള സ്വഭാവം ഉണ്ടോ? ഏറ്റവും വലിയ സ്വഭാവം അതാണ്. ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച സ്വഭാവം അതാണ്. മഹാന്മാരായ മഹാന്മാരിൽ നിന്നൊക്കെ പകർത്താൻ പറ്റുന്ന സ്വഭാവം അതാണ്. തന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരു ചെറിയ ആളുകളല്ല, വലിയൊരു ആൾക്കൂട്ടം ആക്രമിച്ചിട്ടും അവർക്ക് മൊത്തത്തിൽ അങ്ങ് മാപ്പ് കൊടുക്കുമ്പോ ആ മനസ്സിന്റെ സ്വഭാവം എത്ര വലിയ സ്വഭാവമാണ്.
വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് വലിയ കഴിവാണ്, ചെറുതല്ല. അത് പറഞ്ഞാ പോരാ, നമ്മളെ ജീവിതത്തിൽ ശീലിക്കണം, ജീവിതത്തിൽ പാഠമാക്കണം. എന്നോട് എന്റെ ശിഷ്യന്മാർ ചോദിക്കും, ഉസ്താദേ ദർസിൽ ഓതുന്ന കുട്ടികൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ദർസിന്ന് ചാടിപ്പോയ ആൾക്കാർ, ദർസിന്ന് അങ്ങനെ ഒരു പോക്കുണ്ടല്ലോ, ചാടിയിട്ടൊരു പോക്ക്, നടന്നു പോകാൻ കഴിയാത്തോണ്ട് ചാടിപ്പോയ ആൾക്കാർ വരുമ്പോ പിന്നെ എന്തിനാ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞ അവര് മോശമാകണം എന്നല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, അവർക്ക് അന്ന് അങ്ങനെയാ തോന്നിയത്, അതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നന്നാകണം എന്നല്ലേ ചിന്തിക്കേണ്ടത്, നല്ല മനസ്സോടല്ലേ സ്വീകരിക്കേണ്ടത്. അള്ളാഹ് മാപ്പായി കൊടുക്കട്ടെ, നന്നാക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. അതിന് എത്ര പേർക്ക് കഴിയും? എത്ര പേര് വിട്ടുവീഴ്ച കൊടുക്കും? ഇപ്പൊ ഹജ്ജിന് പോയ ഹജ്ജാജിമാരെ, ഹാജി സംഘത്തെ ഹജ്ജക്ക് അല്ലാഹു കബൂലായി കൊടുക്കട്ടെ. വല്ലാത്ത രസങ്ങളാണ്. ഹജ്ജിന് യാത്രയപ്പ് നൽകാൻ പോയപ്പോ പരിചയമുള്ള ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോകല്ലേ? ഹജ്ജിന് പോകാണ്. ഒരുപാട് കാലത്തെ തേട്ടം കൊണ്ട് അള്ളാഹു നൽകിയ തൗഫീഖല്ലേ? അതെ, 10-30 കൊല്ലായി ആഗ്രഹിക്കുന്നു, ഇപ്പോഴാണ് അവസരം കിട്ടിയത്. നിങ്ങളും മറ്റാളും തമ്മിൽ ചെറിയൊരു ഉടക്കില്ലേ? അതൊന്ന് നേരത്തെ പറഞ്ഞ് റെഡിയായി തീർത്തുന്നു. പക്ഷെ ഇപ്പോഴും ആ സംസാരങ്ങളും സ്വഭാവങ്ങളും ഒന്നും റെഡിയായി വന്നിട്ടില്ല. സ്വന്തം സഹോദരനാണ്. നിങ്ങൾ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വന്നൊന്ന് ഭക്ഷണം കഴിച്ച് നല്ല മനസ്ഥിതിയോടെ നല്ല സ്നേഹത്തോടെ പൊരുത്തത്തോടെ പോയാൽ ഒന്നുകൂടി ഹൈറല്ലേ എന്ന് പറയുമ്പോ പോകാൻ ഉദ്ദേശിച്ച ആള് പറയുന്നത്, അതിന് ഉസ്താദെ ഞാൻ മരിക്കാൻ പോകുമൊന്നുമല്ല. പിന്നെന്താ വേദന എടുക്കേണ്ടത്? പിന്നെന്താ സഹോദരങ്ങളെ ഓതിക്കൊടുക്കേണ്ടത്? മനുഷ്യന്റെ മനസ്സിന്റെ കറുപ്പാണ്. വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സ് നല്ല സ്വഭാവമുള്ള മനസ്സാണ്, കറയില്ലാത്ത നിഷ്കളങ്കമായ മനസ്സാണ്. ഏത് എതിരാളിക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാത്തത്? ഏത് ശത്രുവിനാ തങ്ങളെ അഫുവാക്കി കൊടുക്കാത്തത്? നമ്മൾ പകർത്തേണ്ട സ്വഭാവമാണത്. നമ്മിൽ നിന്ന് നമ്മുടെ മക്കളും കുടുംബവും സമൂഹവും പഠിക്കേണ്ട സ്വഭാവമാണത്. ഒരു സ്വപ്പിൽ നിൽക്കുന്ന ആളുകൾ കാലോട് കാല് ചേർന്ന് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കേണ്ടത്. ഇപ്പൊ നിൽക്കാത്ത എന്താന്ന് നാളെ ഒരു ദിവസം ചോദിച്ചപ്പോ, കൊറോണ പേടിച്ചിട്ടോ മറ്റൊന്നും അല്ല, അയാളും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ട്. നിസ്കരിക്കാൻ നിന്നോടത്ത് വരെ അതിന്റെ അകലം കാണുന്നുണ്ട്. മനസ്സകന്ന മൊത്തകന്നില്ലേ? പിന്നെ കാലിന് എന്ത് അടുപ്പം കിട്ടും? ഒന്നിനും അടുപ്പം കിട്ടൂല. ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും മനസ്സ് ഒന്നാകണം, അകലാൻ പാടില്ല. ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം സ്വീകരിക്കുന്ന ഒരു കുടുംബമാകരുത് ഇണയും തുണയും. നല്ല ഒരു ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി വിചാരങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെടാൻ അള്ളാഹു അനുവദിച്ചു തന്ന മാർഗമായിട്ട് നല്ല രൂപത്തിൽ ജീവിതം വഴിവെക്കാൻ വേണ്ടിയാണ് ഇണയും തുണയും അള്ളാഹു നൽകിയത്. കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രല്ല, അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി മാത്രം വിവാഹമില്ല, അതിനല്ല തന്നിരിക്കുന്നത്. ആവശ്യമുണ്ടാകുന്ന സമയത്ത് മുറാദുകളൊക്കെ ഹാസിലാക്കുക, ബാക്കിയുള്ള സമയത്ത് മുഴുവനും അങ്ങോട്ട് തെറി പറയാ, ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കൂല, അങ്ങോട്ടൊന്നും പറഞ്ഞ അനുസരിക്കൂല, ഒന്നും നേർക്കൊരു മറുപടി പറയില്ല, ചോദിച്ചാ വരെ കുത്തുവാക്കുകളല്ലാതെ നേരിട്ട് മറുപടി പറയില്ല. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചു പോയിട്ട് എന്ത് നേട്ടം? ആർക്കാണത് മാതൃകയായി വരുന്നത്? മക്കളത് കണ്ടുപഠിച്ചാൽ അവരുടെ സ്വഭാവം ഭാവിയിൽ എന്തായിരിക്കും? ബാപ്പയുടെയും ഉമ്മയുടെയും വക്കാണം കേട്ട് പഠിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? മുമ്പ് മദ്രസയിൽ ഒരു ഉസ്താദ് ചോദിച്ചു കുട്ടികളോട്, മക്കളെ, നിഷ്കളങ്കരായ മക്കൾ ഉത്തരം പറയുന്നു, 2ാം ക്ലാസ്സിലെ കുട്ടികള്, നിങ്ങൾ ഓരോരുത്തരും വീട്ടില് ബാപ്പയും ഉമ്മയും എങ്ങനെയാണ്? നല്ല പെരുമാറ്റമല്ലേ, നല്ല സ്നേഹമല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു കറയും ബാധിക്കാത്ത കുട്ടിയല്ലേ, കുട്ടികളെ മനസ്സങ്ങനെയല്ലേ? ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടിൽ എന്നും ശബ്ദകോലാഹലമാണ്. ബാപ്പ വന്നാൽ ഉമ്മ തുടങ്ങും, ഉമ്മ വന്നാൽ ബാപ്പ തുടങ്ങും. എന്നും ഒച്ചപ്പാടാണ്. കുട്ടി പറഞ്ഞു, എന്നും ഒച്ചപ്പാടാണ്. അയൽവക്കക്കാർക്കൊരു സുഖമാണ്. അതുകൊണ്ട് അയൽവക്കത്തുള്ള ആൾക്കാർ പറയും, നമുക്ക് ഉറങ്ങാൻ നേരായി, ആ വീട്ടിൽ ആളെത്തിയിട്ടുണ്ട്, ഇതുവരെ ആളെത്തിയിട്ടില്ല എന്നുള്ള പേടിയായിരുന്നു, ഇപ്പൊ ആളെത്തിയിട്ടുണ്ട്, ഇനി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉറങ്ങാം. അവിടെ എത്തേണ്ട ആളെത്തിയിട്ടുണ്ട്, അതിന്റെ സിഗ്നല് കിട്ടി, ഒച്ചപ്പാടോണ്ട് കിട്ടി. എന്തിനാണ് ഈ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, കുറച്ചാടുന്നത്? ഒരാവശ്യമില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി. അതെന്നോ ഉണ്ടായ സംഭവമായിരിക്കും, ഇപ്പോഴും മറക്കാതെ നല്ല ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചിരിക്കുക. ദുസ്വഭാവികളായി മാറാൻ പാടില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമ നല്ല സ്വഭാവത്തിലൂടെ, നല്ല സംസ്കാരത്തിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെയാണ് അടുത്ത തലമുറക്ക് കൈമാറേണ്ടത്.
ഒരനാവശ്യ സംസാരം പോലും, പെരുമാറ്റം പോലും, സ്വഭാവം പോലും, സമീപനം പോലും നമ്മിൽ നിന്ന് നമ്മളെ മക്കൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു ശീലിച്ചോ, അവരെ ജീവിതം തകരാനത് കാരണമായോ? നമ്മൾ അവർക്ക് മാർഗദർശികളായി മാറിയിട്ടില്ല, മാർഗം കെടുത്തിയവരാണ്. നമ്മളൊക്കെ അള്ളാനോട് ചോദിക്കുന്നുണ്ടല്ലോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളെ കൂടെ നടക്കുന്ന ഈ നല്ല മക്കൾക്ക് മുന്നിൽ നടക്കാനുള്ള യോഗ്യതയുള്ള യോഗ്യന്മാരാക്കി ഞങ്ങളെ മാറ്റിത്തരണം. ബാപ്പയും ദ്വാർക്കുന്നുണ്ട്, ഉമ്മയും ദ്വാർക്കുന്നുണ്ട്. എന്താണ് ആ നല്ല മാതൃക? നല്ല സ്വഭാവങ്ങൾ അവർക്ക് പകർത്തി കൊടുക്കലാണ്, നല്ല സമീപനങ്ങൾ അവർക്ക് പകർത്തി കൊടുക്കലാണ്, നല്ല ഇബാദത്ത് അവർക്ക് പകർത്തി കൊടുക്കലാണ്. ഉമ്മാന്റെ ഇബാദത്ത് കണ്ടിട്ടല്ലേ മക്കൾ ഇബാദത്ത് ചെയ്യുന്നത്? തീർത്തും അങ്ങനെയാണ്. ബാപ്പാന്റെ ഇബാദത്ത് കണ്ടിട്ടല്ലേ മക്കൾ ഇബാദത്തിൽ താല്പര്യമുള്ളവരാകുന്നത്? തീർത്തും അങ്ങനെയാണ്. ഹസൻ ഇബ്നു സ്വാലിഹും അലി ഇബ്നു സ്വാലിഹും, രണ്ട് മഹാന്മാരും ഇബാദത്തിൽ സജീവമായത് ഉമ്മാന്റെ ഇബാദത്ത് കണ്ടുകൊണ്ടാണ്. ഇരട്ട കുട്ടികളാണ് ഹസൻ ഇബ്നു സ്വാലിഹും അലി ഇബ്നു സ്വാലിഹും റളിയല്ലാഹു അൻഹുമാ. താബിയുകളാണ്, സ്വഹാബിമാരല്ല. ഒരേ മണിക്കൂറിനുള്ളിൽ ജന്മം ചെയ്തവരാണ്. അവരെ ഉമ്മാന്റെ ഇബാദത്ത് കണ്ടപ്പോൾ മക്കളും ഉമ്മയോടൊപ്പം സഹകരിച്ചു തുടങ്ങി. സുബ്ഹാനല്ലാഹ്, രണ്ട് കുട്ടികളും ഒരേ കട്ടിലല്ലേ കിടക്കുന്നത്. രാത്രി എഴുന്നേൽക്കുമ്പോ ഉമ്മാനെ കാണൂല. അവര് പോയി നോക്കുമ്പോ ഉമ്മ നിസ്കാരമുറിയിലാണ്. സുബ്ഹിന്റെ മുമ്പ് തന്നെ ഉമ്മ നിസ്കരിച്ചു തുടങ്ങി. കുറച്ചുകൂടി മക്കളങ്ങ് വലുതായി, ഒരു 8-9 വയസ്സായപ്പോ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് പ്രായം ഏറെയായില്ലേ, രാത്രി മുഴുവനും നിസ്കരിച്ച് ഉറക്കമൊഴിച്ചിട്ട് ഉമ്മാന്റെ ശരീരം ക്ഷീണിക്കരുത്. ഒരുപാട് കാലം ഉമ്മാനെ ഞങ്ങൾക്ക് വേണം, നല്ല ആരോഗ്യം നിങ്ങൾക്കുണ്ടാകണ്ടേ ഉമ്മ. അതുകൊണ്ട് ഞാനും എന്റെ ജേട്ടനും കൂടിയിട്ട് നിങ്ങളുടെ രാത്രിയുടെ കുറച്ച് സമയം ഇങ്ങോട്ട് സ്വീകരിക്കാം, രാത്രിയുടെ സമയം ഇങ്ങോട്ട് സ്വീകരിക്കാം. അതുകൊണ്ട് ഉമ്മ ഞങ്ങളോട് സഹകരിക്കണം. ഉമ്മ പറഞ്ഞു, മക്കളെ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? ജേട്ടൻ പറയുന്നു, അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രിയുടെ ആദ്യ സമയം ഞാൻ ഉറങ്ങും. ഞാൻ ഉറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കും. അപ്പോൾ ഉമ്മ ഉറങ്ങണം, പിന്നെ ഉമ്മ എഴുന്നേൽക്കണം, ഉമ്മ നിസ്കരിക്കണം, പിന്നീട് ഉമ്മ ഉറങ്ങണം. അപ്പൊ അനിയൻ എഴുന്നേറ്റ് അനിയൻ നിസ്കരിക്കും. സുബഹിന്റെ വാങ്ക് കൊടുക്കുമ്പോ 3 പേർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് സുബഹിൽ നിന്ന് ഫർള് നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്ന വലിയൊരു ഇബാദത്തില് ഉമ്മാന്റെ ഇബാദത്തിന്റെ സമയം മക്കള് പകുത്തു വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. കേൾക്കണോ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മാക്ക് പ്രായം കൂടിയപ്പോ ഉമ്മാന്റെ സഹായത്തിന് വേണ്ടി ഒരടിമ സ്ത്രീയെ ഈ 2 മക്കളും കൂടി ആ വീട്ടിൽ വാങ്ങി. വേലക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇവരുടെ നിസ്കാരം പോലെ അടിമ സ്ത്രീയും രാത്രി എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങി. അടിമ സ്ത്രീ അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതല്ല, അവരുടെ വീടിന്റെ സൗന്ദര്യം അതങ്ങനെ അടിമ സ്ത്രീയും പകർത്തിയെടുത്തു. ഈ 2 മക്കളും കല്യാണം കഴിച്ചപ്പോ ഇനി ഉമ്മാന്റെ സഹായത്തിന് നമ്മളെ കുട്ടികൾ, നമ്മളെ മക്കൾ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ. അതുകൊണ്ട് അടിമ സ്ത്രീയെ നമുക്ക് വിൽക്കാമെന്ന് കരുതിയിട്ട് അടിമ സ്ത്രീയെ ഒരാൾക്ക് അവര് വിറ്റു. ആ വിറ്റ വീട്ടിൽ അടിമ സ്ത്രീ പോയി താമസിക്കുമ്പോ അന്ന് രാത്രി സുബ്ഹിന്റെ മുമ്പ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പതിവാക്കി അതേ സമയത്ത് ആ വീട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോ യജമാനൻ ചൂടായി പോയി. എന്തിനാണ് ഈ സമയത്ത് നീ എഴുന്നേൽക്കുന്നത്? എല്ലാവരുടെയും ഉറക്കം കെടുത്താനാണോ? ബാങ്ക് കൊടുത്തിട്ട് എണീറ്റാ പോരെ, നീ എത്ര വലിയ നിസ്കാരക്കാരിയാകണ്ട എന്ന് കയർത്ത് ചൂടായപ്പോ അടിമ സ്ത്രീയുടെ മനസ്സ് വേദനിച്ചു, പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. ഇന്നലെ ഞാൻ താമസിച്ച വീടും ഇന്ന് ഞാൻ താമസിക്കുന്ന മുതലാളിയുടെ വീടും എത്ര മാറ്റമുണ്ട് അല്ലാഹ്. അലി ഇബ്നു
ഇബ്നു സ്വാലിഹിന്റെയും ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുയുടെയും ആ വീടിന്റെ സൗന്ദര്യം തെല്ലുപോലും ഈ മുതലാളിയുടെ വീട്ടിനില്ലല്ലോ. ഇഷ്ടം പോലെ സമ്പത്ത് നീ കൊടുത്തിട്ടും ഇഷ്ടം പോലെ സൗകര്യങ്ങൾ നീ കൊടുത്തിട്ടും ആത്മീയമായ സൗന്ദര്യം അത് ഇബാദത്തിന്റെ സൗന്ദര്യമല്ലേ, അത് ലെവലേശം ഈ വീട്ടിലില്ലല്ലോ. പിറ്റേന്ന് രാവിലെ അടിമ സ്ത്രീ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങളോടും അലി ഇബ്നു സ്വാലിഹ് തങ്ങളോടും, വേലക്കാരിയായിട്ട് എന്നെ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ എന്നെ തിരിച്ചെടുക്കുമോ? വാങ്ങിയ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് എന്നെ തിരിച്ചു വാങ്ങുമോ? എന്തേന്ന് ചോദിച്ചപ്പോ ആ അടിമ സ്ത്രീ പറഞ്ഞു, ഇവിടെന്ന് ഞാൻ എഴുന്നേറ്റ് പതിവായതുപോലെ സുബഹിന്റെ മുമ്പ് ഞാൻ ആ വീട്ടിൽ എഴുന്നേറ്റ് പതിവായപ്പോ ഇന്നലെ തന്നെ യജമാനൻ എന്നോട് ചൂടായി, എഴുന്നേൽക്കാൻ എന്നെ സമ്മതിച്ചില്ല. പൊട്ടി ആ പാവപ്പെട്ട അടിമ സ്ത്രീ അങ്ങ് കരഞ്ഞു പറഞ്ഞപ്പോ ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങളും അലി ഇബ്നു സ്വാലിഹ് തങ്ങളും ആ യജമാനന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞ വിലക്ക് തിരിച്ചു കൊടുത്തിട്ട് അടിമ സ്ത്രീയെ വീട്ടിലേക്ക് തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. മരണം വരെ നിങ്ങൾ ഇവിടെ താമസിച്ചോ, എങ്ങോട്ടും പോകേണ്ടതില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവരെ ഉമ്മ വഫാത്തായി. അപ്പൊ ഈ രണ്ട് മക്കളുടെയും തീരുമാനം എന്താണെന്നറിയോ? ഒരിക്കൽ ഉമ്മ മാത്രമല്ലേ രാത്രിയെ സജീവമാക്കിയത്, അന്ന് ഞാനുമില്ല നീയുമില്ല. പിന്നെ ഉമ്മാനോടൊപ്പം ചേർന്നിട്ട് രാത്രി നമ്മൾ മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം നിങ്ങളും ഒരു ഭാഗം ഞാനും എടുത്ത് ഒരു ഭാഗം ഉമ്മാക്കും കൊടുത്തില്ലേ. ഇപ്പൊ ഉമ്മ പോയില്ലേ, ഇനി രാത്രി മുഴുവനും നമുക്ക് രണ്ടുപേർക്കും ഭാഗിക്കാം. ആദ്യത്തെ ഭാഗം ആരാണ് എടുക്കുക? കുറഞ്ഞ നേരം മുമ്പ് ദുനിയാവിലേക്ക് വന്ന ജ്യേഷ്ഠ സഹോദരൻ അലി ഇബ്നു സ്വാലിഹ് തങ്ങൾ പറയുന്നു, ആദ്യത്തെ ഭാഗം ഞാൻ എടുക്കാം, അവസാനത്തെ ഭാഗം നീ എടുത്തോ മോനെ. ആ ഉമ്മ ജീവിച്ച വീടിന്റെ സൗന്ദര്യം മക്കളേത് രൂപത്തിലാ സ്വീകരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഈ ഒരു മാതൃക മക്കൾക്ക് വന്നതെങ്ങനെ? ആ ഉമ്മാന്റെ ഇബാദത്തിന്റെ സൗന്ദര്യമാണ്. ഉമ്മമാരെ മാതൃകായോഗ്യരായി നിങ്ങൾ ജീവിച്ചാൽ, ഉപ്പമാരെ മാതൃകായോഗ്യരായി ജീവിച്ചാൽ നിങ്ങളെ മക്കള് നല്ല മക്കളായി മാറും. ആൺമക്കളും പെൺമക്കളും നിങ്ങൾ കിടക്കുന്ന മണ്ണിലെത്തുമ്പോ ഖബറിലെത്തുമ്പോ അവരെ ഇബാദത്തിന്റെ സൗന്ദര്യം കണ്ട് ആനന്ദിച്ച് കിടക്കാം. ചിതലരിക്കാതെ, പുഴുക്കള് വന്ന് തിന്നാതെ, എല്ല് പറിച്ചെടുത്ത് മണ്ണ് ഭക്ഷിക്കാതെ, ഖബറിന്റെ ഫിത്നയിൽ മലക്കുകളെ ചോദ്യത്തിൽ അകപ്പെട്ട് കുടങ്ങാതെ നിങ്ങൾ പകർത്തിക്കൊടുത്ത മാതൃകയില് നല്ലവണ്ണം ജീവിക്കുന്ന മക്കളുണ്ടോ? സുഖത്തോടെ അന്തിയുറങ്ങാം. ദുനിയാവിൽ നിങ്ങൾ കിടക്കുന്ന വീടിനേക്കാളും ദുനിയാവിൽ കിടക്കുന്ന മുറിയേക്കാളും നല്ല സുഗന്ധവാസന കിട്ടും. ഇവിടെ നിങ്ങളൊരു അത്തറ് തേച്ചാല് ഒരു കൃത്യമണിക്കൂർ കഴിഞ്ഞാലത് പോയില്ലേ. സ്വർഗീയ സുഗന്ധം വന്നാല് അതിന്റെ പരിമളം പോകൂല. സ്വർഗീയ വിരിപ്പ് വന്നാല് എത്ര ഇരുന്നാലും കിടന്നാലും ശരീരത്തിന് ക്ഷീണം വരൂല. സ്വർഗത്തിന്റെ ഒരു നോട്ടം ഖബറിലേക്ക് അല്ലാഹു തുറന്നു തന്നാൽ ദുനിയാവിലേത് റെസ്റ്റ് ഹൗസിൽ നിങ്ങൾ പോയാലും ഏത് റിസോർട്ടിൽ പോയാലും എത്ര വലിയ കാഴ്ചാ സ്ഥലത്ത് പോയാലും കിട്ടാത്ത വലിയ ആനന്ദം കിട്ടിപ്പോയി. അത്ര വലിയ സൗന്ദര്യം ലോകത്ത് വേറെ ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? നല്ല നിലക്ക് മാർഗം കാണിച്ചു കൊടുത്ത് നല്ല നിലക്ക് ജീവിച്ച ഈ രണ്ട് മക്കളും സുബ്ഹാനല്ലാഹ് അവർക്ക് വാർദ്ധക്യമെത്തി. ജ്യേഷ്ഠനും അനുജനും എന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഉമ്മ അവരെ പഠിപ്പിച്ച അദബ് കൊണ്ട് നാട്ടുകാര് പഠിച്ചൊരു അദബുണ്ട്. കുറഞ്ഞ സമയം മുമ്പാണ് ദുനിയാവിലേക്ക് ജ്യേഷ്ഠൻ വന്നതെങ്കിലും ആ ജ്യേഷ്ഠന്റെ മുന്നിൽ ഒരിക്കൽ പോലും അനുജൻ നടക്കുന്നതോ മുന്നിലിരിക്കുന്നതോ മുന്നിൽ വാഹനത്തിൽ പോകുന്നതോ നാട്ടുകാർക്ക്
പരിചയമില്ല. ആരാണ് ഈ ബഹുമാനം പഠിപ്പിച്ചത്? ആ വീട്ടിലുള്ള ഉമ്മയാണ്. മോനെ, നിന്റെ മുമ്പ് ദുനിയാവ് കാണാൻ അല്ലാഹ് ഭാഗ്യം കൊടുത്ത് നിന്റെ ജേട്ടനല്ലേ? അത് മണിക്കൂറിന്റെ വ്യത്യാസമൊന്നുമില്ല, മിനിറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ആ ജേട്ടനെ നീ ബഹുമാനിക്കണം കേട്ടോ. പേരുകൊണ്ട് സംബോധന ചെയ്യരുത്, മുന്നിലൂടെ നടക്കരുത്, വാഹനം ഓടിച്ചു പോകരുത്, ഒപ്പം നടക്കരുത്. ഒരു ചാണ് പിറകിലായി ബഹുമാനത്തോടെ നടക്കുന്നു. നാട്ടുകാരത് പാഠമാക്കുന്നു, അവരെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ വയസ്സിന്റെ വ്യത്യാസമുണ്ടായിട്ടും ജേട്ടനെ ഗൗനിക്കാതെ നടക്കുമ്പോ നാട്ടുകാര് പറയുന്നു, മക്കളെ ഹസൻ ബിനു സ്വാലിഹിനെ കണ്ടു പഠിക്കണം, അലി ബിനു സ്വാലിഹിനെ കണ്ടു പഠിക്കണം. അവരെ ഉമ്മ അവർക്ക് പകർത്തി കൊടുത്ത ബഹുമാനം എത്രമാത്രം വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം കണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് ആ നാട്ടുകാര് മൊത്തം മക്കൾക്ക് ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ വിഷയം ആ ഉമ്മാന്റെ ഇബാദത്തിന്റെ സൗന്ദര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതെ, മക്കളിലേക്ക് വഴിമാറി കിട്ടിയത് ഉമ്മമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ എത്ര ഭാര്യമാര് ബാക്കിയുണ്ട്? 9 ഭാര്യമാര് ബാക്കിയില്ലേ? അന്തിസ്ഇനിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖയ്യിർന ഫഖ്തർനൻ നബിയൽ മുഖ്തഫാ ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദാ സഫിയത്തുൻ മൈമൂനത്തുൻ വ റംലാ ഹിന്ദും വ സൈനബു കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർളിയാ. തങ്ങളെ കാലശേഷം 40 കൊല്ലത്തിലധികം ജീവിച്ച ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തങ്ങളെ ജീവിതം പകർത്തിയിട്ട് അതേ ത്യാഗം ചെയ്തിട്ട് ആ ഒരു മുറിയിലല്ലേ താമസിച്ചത്. ഇഷ്ടം പോലെ സമ്പത്ത് സ്വഹാബത്ത് കൊണ്ടുവന്നു കൊടുത്തിട്ടും അതൊക്കെ ദീനിന് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി കൊടുത്തു എന്നതല്ലാതെ ഒരു വലിയ സംവിധാനം സ്വീകരിച്ചില്ല. എന്റെ ഭർത്താവായ ലോകത്തിന്റെ നേതാവ് എത്ര വലിയ സൗകര്യങ്ങളും അല്ല കൊടുക്കുമായിരുന്നു. പക്ഷേ ജീവിക്കാൻ താല്പര്യപ്പെട്ടത് ഈ ഒരു മുറിയിലല്ലേ. ആ ഒരു മുറിക്ക് നമ്മളൊരു ബെഡ്റൂമിന്റെ അകലമില്ല. നമുക്ക് ചുരുങ്ങിയതൊരു 10 അളവുള്ളത്. ഹദീസിലുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഭാര്യമാര് താമസിച്ച റൂമിന്റെ വീടിന്റെ അകലം എത്രയാണ്? 9.6 രേഖപ്പെടുത്തിയത്. 9 മുഴം നീളവും 6 മുഴം വീതിയുമാണ്. അത് തന്നെ 2 റൂമാക്കിയിട്ടാ ഉപയോഗിച്ചിരുന്നത്. കിടക്കാനും ഇരിക്കാനും നിസ്കരിക്കാനും പുറത്തുള്ള ആളുകൾ വരുമ്പോ സന്ദർശിക്കാനും ഈ പറയുന്ന അകലത്തിലുള്ള മുറി 2 മുറിയാക്കി ഉപയോഗിക്കുന്നു. ജീവിതാന്ത്യം വരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 9 കൊല്ലം ഞാൻ ജീവിച്ചില്ലേ? തങ്ങൾ ഈ വീട്ടിലല്ലേ കഴിഞ്ഞത്? ഈ വീട്ടിലല്ലേ വഫാത്തായത്? ഇഷ്ടം പോലെ സമ്പത്ത് സ്വഹാബത്ത് കൊണ്ടുപോയി കൊടുത്തിരുന്നു. ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഒരു സ്വഹാബി ഒരു ദിവസം കൊടുത്തതിന്റെ കണക്ക് തന്നെ ഹദീസിൽ വന്നത് 1,80,000 ദിർഹമാണ്. ഇന്നത്തെ കണക്കല്ല, അന്നത്തെ കണക്കാണ്. 1300 വർഷങ്ങൾക്കപ്പുറമുള്ള കണക്കാണ്. സുബ്ഹാനല്ലാഹ്. അതിന്ന് മൂല്യം കണക്ക് കൂട്ടുമ്പോ എത്രയാ കണക്ക് കൂട്ടേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കൂ. അതൊക്കെ എന്ത് ചെയ്തു? സാധാരണ കൊടുക്കാറുള്ള ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നോക്കിയിട്ട് മദീനയിലും പരിസരത്തുമുള്ള മിസ്കീന്മാർ, കടക്കാര്, ഫഖീറന്മാര്, യാത്രക്കാര്, പാവങ്ങള് അവർക്ക് വിതരണം ചെയ്യുന്നു. ഒരൊറ്റ ദിവസം രാവിലെ വന്നത് വൈകുന്നേരമാകുമ്പോഴേക്ക് കൊടുത്തു തീർന്നുപോയി. അവരെന്തേ അത് സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച മാതൃകയാണ്.
നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുന്ന, ഇസ്ലാമിയായി ജീവിച്ചുകൊണ്ട് നല്ല മാതൃകയിൽ ജീവിക്കുന്ന, വിശുദ്ധി പകർത്തിക്കൊടുക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അപ്പോഴേ നമ്മുടെ സമൂഹത്തില് നല്ലവരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വളർന്നു വരൂ. ജീവിക്കാനുള്ള സുഖങ്ങൾ മാത്രം കൊടുത്തു എന്ന് കരുതിയിട്ട് മക്കള് അനുസരിക്കുമെന്നൊരു ബാപ്പയും കരുതരുത്, ഒരുമ്മയും കരുതരുത്. അവരേറ്റവും അനുസരിക്കണോ, സ്നേഹം നൽകണോ, നല്ലവരാകണോ. ജീവിതത്തിന്റെ വിശുദ്ധമായ മാർഗങ്ങള്, ആത്മീയതയിൽ ഊന്നിയ നല്ല ജീവിതം, ഇബാദത്തിൽ കാർക്കശ്യമുള്ള ജീവിതം, ദീനിന്റെ ഖിദ്മയിൽ നല്ല ബോധമുള്ള ജീവിതം, സ്വഭാവങ്ങളിൽ പരിശുദ്ധിയുള്ള ജീവിതം, അതാണ് പകർന്നു കൊടുക്കേണ്ടത്. ചുരുക്കട്ടെ, ഞാൻ എന്റെ ഭാഷണം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഏകദേശം ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു. ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങളും അലി ഇബ്നു സ്വാലിഹ് തങ്ങളും രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി സഹോദരൻ നിസ്കരിക്കുമ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് അലി ഇബ്നു സ്വാലിഹ് തങ്ങൾ പറയുന്നു, അല്പം വെള്ളം കൊണ്ടുവരൂ. സഹോദരൻ ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങൾ ഇവിടെ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ എന്റെ ജ്യേഷ്ഠൻ വെള്ളം ചോദിക്കുന്നല്ലോ, എനിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കണമല്ലോ. നിസ്കാരം പെട്ടെന്ന് തന്നെ നിർവഹിച്ച് സലാം വീട്ടിയ ഉടനെ ഒരു പാത്രം വെള്ളവുമായി സ്വന്തം ജ്യേഷ്ഠൻ കിടക്കുന്ന മുറിയിലേക്ക് വെള്ളവുമായി ഓടിച്ചെന്നിട്ട്, ഇതാ വെള്ളമെന്ന് പറഞ്ഞപ്പോ ഞാൻ വെള്ളം കുടിച്ചു, എനിക്ക് നല്ല വെള്ളം കിട്ടി. ആരാ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നത്? നിങ്ങൾ വെള്ളം ചോദിച്ചത് ഞാനല്ലേ കേട്ടത്? ഞാനപ്പോ നിസ്കാരത്തിലായിരുന്നു, പെട്ടെന്ന് വെള്ളം കൊണ്ട് ഓടി വന്നതല്ലേ. ഇതിനിടക്ക് ആരാ വെള്ളം തന്നത്? സ്വന്തം സഹോദരൻ പറയുന്നു, നല്ലൊരു പാത്രത്തിൽ വെള്ളവുമായി, കാണാ നല്ല ചന്തമുള്ളൊരു മുഖം, കണ്ടാൽ കൊതി തീരാത്തൊരു മുഖം, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമ ഇവിടെ വന്നു. മനുഷ്യരൂപത്തിലാ വന്നത്. ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല. അന ജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇതാ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നു, കുടിച്ചോളൂ. ആ വെള്ളം ഞാൻ വാങ്ങി കുടിച്ചു. കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളെ ഉമ്മാന്റെ അമലും നിങ്ങളെ സഹോദരന്റെ അമലും നന്ദിയുള്ള അമലായി അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഇബാദത്തുകളില്ലേ, ഒന്നും വെറുതെ ആയിട്ടില്ല. അവസാന നേരത്ത് കിട്ടിയ സന്തോഷമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഖിബില ഭാഗത്തേക്ക് നേർക്ക് നേരെ അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സന്തോഷത്തോടെ മഹാനവറുകൾ കലിമ ചൊല്ലി സുന്ദരമായി വേർപിരിയുന്നു. അപ്പൊ നല്ല മാതൃക കാണിച്ചു കൊടുത്തപ്പോ ഉമ്മാന്റെ മാതൃക സ്വീകരിച്ച് ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്ന മകൻ അലി ഇബ്നു സ്വാലിഹ് തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വെള്ളവും കുടിച്ചിട്ടാ കലിമ ചൊല്ലി വിടവാങ്ങുന്നത്. നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, കേൾക്കുമ്പോ നല്ല താല്പര്യമുണ്ട്. കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഉപ്പമാര് മക്കളെയും കൂട്ടി ഒഴിവുള്ള നേരത്തൊക്കെ ജമാഅത്തിന് പള്ളിയിലെത്തണം. പള്ളിയിൽ ഇരുന്നു കൊണ്ട് കുറച്ചെങ്കിലും നേരം, ഒരു 10 മിനിറ്റെങ്കിലും ഖുർആൻ ഓതുക. ഏതെങ്കിലും ഒരു ടൈമിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുക. ദിക്റുകളൊക്കെ മക്കളും കുടുംബവും ഒരുമിച്ച് ഹദ്ദാദൊക്കെ ചൊല്ലി പതിവാക്കുക, ശീലാക്കുക. നല്ല നല്ല കാര്യങ്ങളിൽ സജീവമാകുക, നല്ല മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുക. കുടുംബത്തെ ഒന്നാകെ സ്നേഹത്തോടെ സമീപിച്ചുകൊണ്ട് ബന്ധം ഊട്ടിയുറപ്പിക്കുക. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ.